ഹേ ഗൈസ് വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ധനുഷ്കോടി പോകുന്ന കാര്യമൊക്കെ നിങ്ങൾ അറിയുന്നതാണ് സ്റ്റോറിയിലൂടെയും സ്റ്റാറ്റസിലൂടെയും. അപ്പോൾ നമ്മളൊന്ന് യാത്ര തുടങ്ങുകയാണ്. ഇതിപ്പോൾ സമയം രാവിലെ ഏകദേശം ഒരു 5:45 ആയപ്പോൾ നമ്മൾ ഇറങ്ങുകയാണ്. ഏകദേശം വണ്ടിയിൽ ഫ്യൂലൊന്നും ചെയ്തിട്ടില്ല, എന്നാൽ വണ്ടിയൊക്കെ എല്ലാം ക്ലീനാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഫ്യൂൽ പോകുന്ന പോക്ക് നമ്മൾ അടിച്ചിട്ട് വേണം എല്ലാം ഒന്ന് പോകാൻ. രാവിലെ ഇപ്പോൾ നല്ല തണുപ്പുണ്ട്, ഏകദേശം ശബ്ദമൊക്കെ അടഞ്ഞൊരവസ്ഥയാണ്. ഹെൽമെറ്റ് കൊണ്ട് പോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. ബട്ട് നമ്മളിനി മുമ്പോട്ട് പോവുകയാണ്, നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇനി പോയി ഫ്യൂൽ അടിക്കണം എന്തായാലും. അതേപോലെ നമ്മുടെ ആദ്യത്തെ ചായ കൂടിയാണ് ഇന്നത്തെ. എന്ത് യാത്ര ചെയ്യുമ്പോഴും എന്ത് മധുരമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഒരു മധുരം കഴിക്കാന്നുള്ള ഒരു മെയിനാണ്. അപ്പോൾ നമ്മൾ ചായ കൂടി പരിപാടിയില്ല കേട്ടോ. എന്തായാലും നമ്മുടെ ആദ്യത്തെ ചായ കൂടി പരിപാടി നമ്മുടെ മുട്ടിക്കുളങ്ങര ക്യാമ്പിനടുത്തുള്ള മുണ്ടൂർ അവിടെ വെച്ചിട്ട് നമ്മൾ ചായ കൂടി. ഇനി ചായ കുടിച്ചതിന് ശേഷം ഇനിയും പോകണം, ഒരുപാട് പോകാണ്ട്. ഇപ്പോൾ യാത്ര മുമ്പോട്ട് പോകാം. നമ്മൾ സ്ഥലം അറിയില്ല, എവിടെ നിർത്തിയിട്ടുണ്ട്. പെട്രോളൊക്കെ അടിച്ചൊന്ന് ജസ്റ്റ് വാഷ്റൂമിലൊക്കെ പോയി അങ്ങനെ സെറ്റാക്കി ബാങ്കുകളൊക്കെ ഇട്ട് അങ്ങനെ. അപ്പോൾ നമ്മൾ പോകാൻ ഇനി പോകട്ടെ. ബൈക്കിൽ ഒരു കാഴ്ചകളൊക്കെ കാണാറുണ്ട്. ഗൈസ് നമ്മൾ അതുപോലെ ചായ കുടിച്ചോളാം. നമ്മൾ ഏകദേശം ഒരു 86 കിലോമീറ്റർ വന്നതിന് ശേഷം നമ്മൾ ആദ്യം നമ്മുടെ ഭക്ഷണം കഴിക്കില്ല. തമിഴ്നാട്ടിൽ കയറി ഞാൻ എപ്പോഴും കഴിക്കുന്നത് മാക്സിമം ദോശയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ദോശയാണ്. അത് ഇലയിൽ അവർ അടിപൊളിയാണ്. നമുക്ക് ആ വ്യൂ കാണാം. ഇതേ നോക്കി അവിടെ ചേട്ടൻ ആവി പാറുന്ന ദോശ ഇങ്ങനെ കല്ലിലുണ്ടാക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ വരുന്ന വഴിക്ക് വഴിയറിയാത്ത ഏതോ ഒരു കടയിൽ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു. ഇപ്പോൾ നാട്ടിലൊരു 10 രൂപയ്ക്ക് വാങ്ങുന്ന സാധനം ഇവിടെ 20 രൂപയ്ക്ക് വാങ്ങിയാലും അവരതിൻ്റെ വൃത്തിക്കും എനിക്ക് അവർ തരുകയും ചെയ്യും. നല്ല ടേസ്റ്റാണ്. അതിന് ഒരു കുറവ് അവർ കാണിക്കില്ല. അടിപൊളി. ഏകദേശം ഒരു 100-120 കിലോമീറ്റർ വന്നതിന് ശേഷം പിന്നെയും ഞങ്ങൾ ഒരു കാട്ടിൻ്റെ സൈഡിൽ നിർത്തിയിരിക്കുകയാണ് ഗൈസ്. കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. ഒന്നാകെ ക്ഷീണിച്ചു, കുറേ ദൂരം വന്നല്ലേ ഗൈസ്. നമ്മളിപ്പോൾ വിജനമായ ഏതോ ഒരു സ്ഥലത്താണ് നിൽക്കുന്നത് കേട്ടോ. ഞാൻ കുറേ ഷൂട്ട് ചെയ്തു. ഇത് നമ്മുടെ എന്താ പറയുക, ഇത് റോഡാണ്. ഒരു യാത്രികൻ ഏത് വഴി എങ്ങനെ പോകണം എന്നുള്ളത് ഇങ്ങനത്തെ വഴി തെളിയിക്കും. നമ്മളിങ്ങനെ പോകും. വണ്ടി ഏകദേശം ഒരു എത്ര കിലോമീറ്റർ ഓടിയിടാ? 80 കിലോമീറ്റർ. അപ്പം എന്നാലും ഒരു നമ്മുടെ അവിടെ നിന്ന് പമ്പ് വരെ 80 കിലോമീറ്റർ അല്ല. നീ എത്ര പറഞ്ഞു? 80-70? വീട്ടിൽ നിന്ന് വീട് ഓട്ടിട്ടുണ്ട്. 90. പിന്നെ എത്രയാ? വീട്ടിൽ നിന്ന് എത്ര വന്നാണെങ്കിൽ പിന്നെ എത്ര കിലോമീറ്റർ നോക്കാം നമുക്ക് വേണ്ടി. ഇത് 39 ഏകദേശം. അപ്പോൾ എല്ലാം സെറ്റാണ്, ട്രിപ്പ് സെറ്റാണ്. നേരെ ധനുഷ്കോടി, നമ്മുടെ ചെക്കനെ ധനുഷ്കോടി എത്തിക്കുക. അതാണ് എൻ്റെ ആഗ്രഹം തന്നെയാണ്. നമ്മുടെ ബക്കറ്റ് ലിസ്റ്റിലൊരു പോയിന്റ് വന്നത് നമ്മുടെ ധനുഷ്കോടി. ഇതൊക്കെയാണ് ഇനി വലിയ ട്രിപ്പ് അടിക്കണം, പോകണം. ജസ്റ്റ് ഒരു എൻ്റർടൈൻമെൻറ്റ് ബ്ലോക്കായിട്ടൊക്കെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നത് കാണുക കേട്ടോ. ഇവിടെ നല്ല കൃഷി ഉണ്ട്. ഇത് കവുങ്ങിൻ്റെ തൈകളാണ്. നമ്മുടെ നോർമലി നമ്മുടെ മണ്ണിൽ വളരണമെങ്കിൽ ഇവിടെ ഈ പറയുന്ന കവുങ്ങിൻ തോട്ടങ്ങൾ വെച്ച് വളർത്തി പിടിപ്പിക്കുകയാണ് കവുങ്ങിന് വേണ്ടിയിട്ട്. അങ്ങനെ ഇനി ഏകദേശം നമുക്കൊരു 300 കിലോമീറ്റർ അബവ് ധനുഷ്കോടിക്കുണ്ട്. നമ്മളിനി മൂന്നാർ അവിടേക്ക് എത്തും. ഇങ്ങനത്തെ വലിയ വലിയ മരങ്ങൾ നടുവിൽ റോഡ്, അത് നമ്മുടെ ഇതിൻ്റെ ഒരു പ്രത്യേകത തന്നെയാണ് കേട്ടോ. ഇതിൻ്റെ ബാംഗ്ലൂരാണ്, ഇതവിടെ തന്നെ ഉണ്ട്. ഇത് അനിയൻ്റെ കുറേ സാധനങ്ങൾ. അപ്പോൾ കണ്ടപ്പോൾ എടുത്ത് വായു വിളിക്കുന്നുണ്ട്. ഗ്യാസിൻ്റെ കഞ്ചാവോ? മരുന്നാണ്. പോയാലോ? പോയി വന്ന പോരെ? നല്ല ആൾക്കാരുടെ പങ്കുകൾ. ഞാനിപ്പോ തിരിച്ചു പോകുന്നു. പകുതി വഴി എത്തിയിട്ട് ആൾക്കാർ കാൽഭാഗം പോലും വന്നിട്ടില്ല. സത്യം പറയട്ടെ, പോയി മാത്രം പോരാ, വരും വേണ്ടേ. അതാണ് സങ്കടം. നമ്മള് പോസിറ്റീവ് വൈബിൽ പോകണം. അങ്ങനെ ഒറ്റ മൈൻഡ് പോകണം. അങ്ങനെ നമ്മളിപ്പോൾ ഏകദേശം കുറേ കിലോമീറ്റർ വന്നതിന് ശേഷം ആനമലൈ ടൈഗർ റിസർവിലേക്ക് എൻ്റർ ചെയ്യാണ്. ഇവിടെ 4 പേർക്ക് ഏകദേശം 40 രൂപ വെച്ച് 40 ടിക്കറ്റ് കൊടുത്തതിന് ശേഷം എൻ്റർ ചെയ്യുള്ളൂ കേട്ടോ. നമ്മളിപ്പോൾ ടൈഗർ റിസർവിൻ്റെ ഉള്ളിലാണ്, ആനമലൈ. അതിൻ്റെ ഉള്ളിൽ കുറേ ലൊക്കേഷൻസ്. ഭയങ്കര വെയിലാണ് ഒന്നാമത്.
പക്ഷെ നല്ലൊരു വ്യൂ, ഇവിടുത്തെ റോഡും ഒക്കെ എല്ലാം സൂപ്പറാണ് കേട്ടോ. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നിർത്തി വീഡിയോ ഒക്കെ എടുത്ത് നൈസാക്കിയിട്ടാണ് പോകുന്നത്. നേരെ ഈ കാണുന്ന ഏതോ ഒരു മലമുകളിൽ നമ്മൾ എത്തും, മൂന്നാർ. ഇത് ചിന്നർ വൈൽഡ് ലൈഫാണ്, ആനമലൈ റൂട്ടിലാണ് വരുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഇനി നേരെ മുമ്പോട്ട് ഇങ്ങനെ പോവാം. നമ്മൾ കുറച്ച് മുമ്പത്ത് നിന്ന് നേരെ കുറച്ച് മുൻപിലോട്ട് പിന്നെയും വന്നപ്പോൾ ഈ രണ്ട് സൈഡിലായിട്ട് വെള്ളവും ചെറിയ മലനിരകളൊക്കെ കാണും. അപ്പോൾ അതും കൂടി ഒരു വിഷ്വൽ പകർത്താൻ വിചാരിച്ചു. അപ്പോൾ കാഴ്ചകൾ പകർത്താതെ പോയിട്ടും കാര്യമൊന്നുമില്ലല്ലോ, വെറുതെ ഒരു വ്ളോഗ് എടുത്ത് തന്നെയല്ലോ. ഈ ഒരു വ്ളോഗിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് നമ്മൾ ടൂറിംഗ് ആണ്, റോഡ് ടൂറിംഗ്. നമ്മൾ എത്ര 1000 കിലോമീറ്റർ നമ്മൾ ഓടാൻ പോകുന്നു. എന്താണ് ഇതാണ് തമിഴ്നാട് സർക്കാർ അവൻ്റെ റോഡ് എത്രത്തോളം പെർഫെക്റ്റ് ആക്കാൻ പറ്റുന്നുള്ളത് അവർ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ടൈഗർ റിസർവ് സിറ്റുവേറ്റ് ചെയ്യുന്നത് മാക്സിമം എങ്ങനെയാണെന്ന് വെച്ചാൽ കോയമ്പത്തൂർ ജില്ലയിലും അതേപോലെ തന്നെ തിരുപ്പൂരും ഇടയിലായിട്ടാണ് ഈ പറയുന്ന റിസർവ് ചെയ്യുന്നത്. കൂടുതലും ഫോറസ്റ്റ് ടൈഗേഴ്സാണ് ഇവിടെ, ടൈഗറിൻ്റെ എൻട്രീസ് അവിടെ കൂടുതൽ ഉണ്ടാവാറുള്ളതാണ്. പിന്നെ വെസ്റ്റേൺ ഘാട്സിൻ്റെ ഒരു ഭാഗം കൂടിയാണ് ഈ പറയുന്ന ആനമലൈ ടൈഗർ റിസർവ്. ഈ ഒരു റോഡിലൂടെ പോകുമ്പോൾ വളരെ വളരെ ഹാപ്പിയാണ്. എന്താ വെച്ചാൽ നമ്മളൊരു യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ കൺകുളൊക്കെ കാണുന്ന കാഴ്ചകൾ അതിലും ഉപരി സൂപ്പറാണ് ഇവിടെ. പിന്നെ വ്യത്യസ്തമായ കുറേ മൃഗങ്ങൾ ഇവിടെ കാണാൻ പറ്റുന്ന പറഞ്ഞു. ഇവിടെ ഇതിനെ കണ്ടിട്ടുണ്ടായിരുന്നു, മറ്റേ സിംഹവാലൻ കുരങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു. അത് ആ മുഖത്ത് കറുപ്പുള്ള ആ ഒരു സാധനം അതിനെയാണ്, എനിക്ക് അതിന് പേര് ഇപ്പോഴും വലിയ പിടുത്തമില്ല. റോഡ് ടൂറിനൊക്കെ പറ്റിയ സ്ഥലങ്ങളിൽ പറഞ്ഞ ഒന്നാണ്. നമ്മുടെ റൂട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ അത് പറഞ്ഞു തരാം. നമ്മുടെ പാലക്കാട് ജില്ലയായ നമ്മുടെ ശ്രീകൃഷ്ണപുരത്ത് നിന്ന് നേരെ നമ്മുടെ പളനിക്കാണ് വരുന്നത്. പളനിയിൽ നിന്ന് നെക്സ്റ്റ് എൻട്രൻ ടു ദിണ്ടുഗലിൽ നിന്ന് നേരെ ഈ പറയുന്ന ആനമലൈ ടൈഗർ റിസർവ്, അതിന് ചിന്നാർ വൈൽഡ് ലൈഫ്. ദെൻ അതിന് ശേഷം മൂന്നാർ. ചിന്നാർ വൈൽഡ് ലൈഫ് എന്ന് പറയുന്നത് നമ്മുടെ മൂന്നാർ ഡിസ്ട്രിക്റ്റിൽ വരുന്നത്. അങ്ങനെ മൂന്നാർ കഴിഞ്ഞ് നേരെ അവിടെ നമ്മൾ മധുരൈന്നപ്പുറം ധനുഷ്കോടി, ദ ഡെഡ് എൻഡ് ഓഫ് ഇന്ത്യ, ധനുഷ്കോടി. അതാണ് നമ്മുടെ എൻഡിങ്. അപ്പോൾ പോകെ കാഴ്ചകൾ കാണാം കേട്ടോ. ട്രിപ്പിൽ ആരുമില്ല അപ്പോൾ അല്ലേ? പിള്ളേച്ചനല്ല ട്രിപ്പിന്. അടുത്ത ഡിസംബറേക്ക് പാലക്കാട് വയ്യാന്ന് ഞാനില്ല. ഇതൊക്കെ ഒരു വൈബല്ലേ പിള്ളേച്ച, ഇറങ്ങാൻ ഇങ്ങോട്ട്. എന്താ നീ വാഗനാ ചോദിച്ചു. ഞാൻ ക്വിറ്റ് ചെയ്യുന്നില്ല. ഇത് ചിന്നർ വൈൽഡ് ലൈഫ് സെഞ്ചുറി വരുന്ന നല്ലൊരു റൂട്ടാണ്. എന്തായാലും എസ്പെഷ്യലി ഞങ്ങൾ ധനുഷ്കോടി എന്ന് പറയുന്നത് ഈ വഴി നിങ്ങൾക്ക് ഭയങ്കര ഒരു ഇഷ്ടപ്പെടും. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വഴിയാണെങ്കിലും ഇത് നമ്മൾ നേരെ മൂന്നാർ ഗ്യാപ്പ് റോഡ് വഴിയൊക്കെ പോകുന്നുണ്ട് കേട്ടോ. ദിസ് ഈസ് തൂവാനം വാട്ടർഫോൾ. നല്ല ഹൈറ്റ് ഉണ്ടല്ലോ ശരിക്കും. ഇവിടെ നിന്ന് കാണുമ്പോൾ ചെറുതുപോലെ ഫീൽ ചെയ്യുന്നത്. ഇതേ നമ്മൾ ഈ വെള്ളച്ചാട്ടം കാണുന്നുണ്ടോ, നമ്മുടെ ആതിരപ്പള്ളി വെള്ളച്ചാട്ടം പോലെ. ഈ വെള്ളച്ചാട്ടത്തിൻ്റെ പേരാണ് തൂവാനം വാട്ടർഫോൾസ്. ഇത് ഈ പറയുന്ന ആനമലയും ചിന്നാർ വൈൽഡ് ലൈഫിന് ഇടയിൽ, കാടുകൾക്കിടയിൽ ഒഴുകുന്നതാണ്. ഇവിടെ കഴിഞ്ഞ വട്ടം നമ്മുടെ വാവേര് പോയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ബട്ട് ഇവിടുത്തെ വ്യൂ അൺഎക്സ്പ്ലോർഡ് എന്ന് പറയുന്നത്. മറയൂർ ചന്ദനക്കാട്. നമ്മളിപ്പോൾ മറയൂർ ശർക്കര ഫാക്ടറീൻ്റെ തൊട്ടടുത്തുണ്ട്. ഇവിടെ ST ജോസഫിൻ്റെ ഫാമാണ്. വിശദീകരിക്കാം. നമുക്ക് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുക്കാൻ വിചാരിച്ചു. KL വണ്ടി കാണുന്നുണ്ട്. നേരെ പാലക്കാടാണ്. നമ്മൾ പാലക്കാട് വെച്ചിട്ടുണ്ട്. അവർ നേരെ മൂന്നാറിന് പാലക്കാട് പോകണം. ഇതുവഴി ചിന്നാർ വൈൽഡ് സാഞ്ചുറി അവരങ്ങനെ പോകണം. ഇതുവഴിക്ക് ഇപ്പോൾ നമുക്ക് പാലക്കാട് നിന്ന് ഇങ്ങനെ പൊള്ളാച്ചി വന്ന് ചിന്നാർ വൈൽഡ് ലൈഫ് വഴി കയറി ചിന്നാറല്ല ഇങ്ങനെ വന്ന് ഇങ്ങനെ കയറി പോവുകയും ചെയ്യാം. നമ്മുടെ കേരള വണ്ടിക്ക് അതാ വരുന്നുണ്ട്. ഇയാളെ കാണാനില്ല, അതാണ് എഴുതിക്കുന്നത്. എന്തോ സംഭവം എഴുതിയിട്ടുണ്ട്, എന്താ സംഭവം മനസ്സിലാണ്. ആ റൂട്ട് മറയൂർ ശർക്കര കേട്ടോ. അവിടെ പോയിക്കണം. ശർക്കര വേണം. മറയൂർ ശർക്കരക്ക് അങ്ങോട്ട് പോയാൽ ധനുഷ്കോടി. എടാ ആ റൂട്ടില്ലേ, അതൊരു 1.5 റൂട്ടാണ്. എനിക്ക് അറിയില്ല. ധനുഷ്കോടി ഹൈവേ ഉണ്ടല്ലോ, അതിൽ പോവാന്ന് പറഞ്ഞ ഫീലാണ് മതി. അത് പോയില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് അത്രയും മനസ്സിലായി. പിള്ളേർക്ക് നന്നായി ഇഷ്ടമായി. റൂട്ടേ ഇഷ്ടമായി പിള്ളേർ. പിള്ളേർ നല്ല ആഗ്രഹം.
ബഡ്ജറ്റ് നോക്കണ്ടേ? സമാധാനങ്ങളുണ്ടല്ലേ? ഇങ്ങനെയല്ല, മൂന്നാർ പോയിട്ട് അവിടെ ധനുഷ്കോടി അങ്ങനെ തിരിയണ്ട നമ്മള്. എങ്ങനെ കൊടുത്താലും ധനുഷ്കോടി ഞാൻ കൊടുത്തിട്ടുള്ളൂ. മൂന്നാർക്ക് കൊടുത്തിട്ട് ധനുഷ്കോടി ഇടും. ഇതടി ഗ്യാപ്പ് റോഡ് ഇവിടുന്ന് ഗ്യാപ്പ് റോഡ് അടി. ഒന്ന് ജാമോൺ അതേപോലെ കൊടുത്തു. അത്രേ ഉള്ളൂ, ധനുഷ്കോടിയില്ല. പിന്നെ അത് നാളെ. അതിനപ്പം നമ്മുടെ രണ്ടാമതൊരു ചായ കുടിക്കാൻ വേണ്ടി വന്നേക്കാണ് കേട്ടോ. നമ്മളിപ്പോൾ ചിന്നാറിന് കുറേ നമ്മുടെ മറവൊക്കെ കഴിഞ്ഞു. നമ്മളില്ലേ ഒരു ചായ കടയിൽ ഉണ്ടാകും. വെറുതെ എന്തൊക്കെയോ കാണിച്ചു വെച്ചിട്ടുണ്ട് ഇവിടെ. ആളുകൾ ആകർഷിക്കാൻ വേണ്ടി വെള്ളം മുകളിലേക്ക് പൈപ്പിലൂടെ വരുന്ന സെറ്റപ്പ് ഉണ്ട്. മുകളിൽ വെള്ളം ഒഴുകി വരുന്നുണ്ട്. ചെറിയൊരു ടീ ഷോപ്പൊക്കെ ഉണ്ട് അവിടെ. ഈ ഒരു ഫ്ലാഗ് അനിയൻ മണാലി പോയപ്പോൾ കൊണ്ടുവന്നാട്ടോ. അപ്പോൾ ഞാൻ അതൊക്കെ വെച്ച് വണ്ടി സെറ്റാക്കി. യാത്ര പോകുമ്പോൾ എല്ലാം അങ്ങനെ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന നമ്മുടെ ആനമലൈ ടൈഗർ റിസർവും കഴിഞ്ഞു, ചിന്നാറ് വൈൽഡ് ലൈഫും കഴിഞ്ഞു, നമ്മുടെ മറയൂർ ശർക്കരൻ്റെ ചന്ദനക്കാട് ആ വഴിക്ക് വിസിറ്റ് ചെയ്ത് നമ്മളിപ്പോൾ ഏകദേശം മൂന്നാറിലേക്ക് എൻട്രി ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി മൂന്നാറിലെ വ്യൂസാണ് മൊത്തം നമ്മൾ കാണാൻ പോകുന്നത്. ഇനി മൂന്നാറിൽ നിന്ന് നമ്മൾ നേരെ പോകുന്നത് നേരെ എവിടേക്ക്, അഥവാ നമ്മുടെ മധുര മീനാക്ഷി അമ്മ ക്ഷേത്രമായ മധുരയ്ക്ക്. മധുര എന്ന് പറയുന്നത് നമ്മുടെ വിജയൻ്റെ സോങ്ങാണ്. മധുരയ്ക്ക് പോകതടി മല്ലിപ്പൂഗുണ്ട്. എനിക്ക് ആ പാട്ടൊക്കെയാണ് നമുക്ക് ഓർമ്മ വരുന്നത്. അങ്ങനെ ഞങ്ങൾ പിന്നെയും നിർത്തി. റെസ്റ്റ് എടുക്കാതെ എന്ത് ബൈക്ക് ട്രിപ്പ് ഗൈസ്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഒരു ചെറുതായിട്ട് ഒരു പുൽത്തകളി കണ്ടു. അപ്പോൾ അവിടെ നിന്ന് റെസ്റ്റ് എടുക്കണം. ഏകദേശം ഇപ്പോൾ ഒരു 2 മണി 3 മണി കഴിഞ്ഞു. അവിടെ എത്തുമ്പോൾ എപ്പോഴൊന്നും അറിയില്ല. ഏകദേശം ഫുള്ള് ചെറുകൾ കയറി എല്ലാവരും ഓൾസോ ടയർഡായിട്ടുണ്ട്. അപ്പോൾ ഓരോ വഴിക്കിരിക്കും. ഞാനൊന്ന് റെസ്റ്റ് എടുക്കുക. ഭയങ്കര ബുദ്ധിമുട്ടാണ് ബൈക്ക് ട്രിപ്പ്. നല്ലപോലെ റെസ്റ്റ് ചെയ്ത് ആ ഒരു സമാധി പോകുകയാണെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല. ഇപ്പോൾ നമ്മൾ മൂന്നാറിലാണ് നിൽക്കുന്നത് കേട്ടോ. വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ബാക്കിൽ ഫുൾ ഗ്രീനറി ഭയങ്കര നൈസായിട്ടുണ്ട്. ഈ ഒരു റൂട്ടും എസ്പെഷ്യലി എനിക്ക് ഭയങ്കര ഇഷ്ടമായെന്ന് പറയാൻ ഇഷ്ടമായി ഒരുപാട്. നമ്മൾ നേരെ ഇതിനടുത്ത് ചെല്ലുന്നത് മൂന്നാർ ഗ്യാപ്പ് റോഡിലേക്കാണ് പോകുന്നത് കേട്ടോ. എന്തോ മോനെ കാറ്റ്, ഒട്ടുക്കത്തെ കാറ്റാണല്ലോ. റോഡും കാറ്റും റോഡിലെ വൃത്തിയും ആവശ്യം ഒരു രക്ഷയില്ല. എയർ ഭയങ്കര കൂടുന്നത് എങ്ങനെ കേൾക്കാൻ നിങ്ങൾക്ക് അറിയില്ല. ഭയങ്കര നൈസായിക്കൊണ്ട് ഭയങ്കര നൈസായിരിക്കും സ്ഥലങ്ങളൊക്കെ, ഒന്നും പറയാനില്ല. ഒരു പക്ഷേ നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് കേൾക്കണമെന്ന് എനിക്കറിയില്ല. എന്താ വെച്ചാൽ ഈ ഒരു കാറ്റ് കാരണം ചിലപ്പോൾ നിങ്ങൾക്ക് അതിലിടയിലും വരാൻ ചെയ്യാം. മാക്സിമം ശ്രദ്ധിച്ച് കേൾക്കുക, അത്രേ ഉള്ളൂ വോയിസൊക്കെ. ഓക്കെ, വ്യൂസ് ഒന്നും പറയാനില്ല. പിന്നെ നമ്മൾക്ക് ഇപ്പം നമ്മൾ വീഡിയോ നമ്മുടെ മൗണ്ടിൽ വെച്ചിട്ടാണ്. ഓക്കെ, നമ്മുടെ കൂടെ വന്നവർ രണ്ടുപേരും മുമ്പിൽ പോയി. ഞങ്ങളിവിടെ സൈഡിൽ കാഴ്ച കണ്ടപ്പോൾ നിർത്തിയാണ്. മറ്റേ കൾട്ടിവേഷൻ സൈലും കാപ്പിയാലും ഇങ്ങനെ ആ ഒരു ഓരോരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി ചെയ്യുന്നില്ലേ, ഭയങ്കര അടിപൊളിയാണ്. എന്തായാലും ഇതെനിക്ക് അനിയൻ കൊണ്ടുവന്നതാണ്. ലഡാക്കല്ല മണാലി പോയപ്പോൾ കൊണ്ടുവന്നതാണ്. ഇതിൽ നമ്മുടെ ഹിന്ദുക്കളുടെ ഇത് വെച്ചിട്ട് ഇങ്ങനെ കുറേ എഴുതിയ സംഭവങ്ങളൊക്കെയാണ്. അപ്പോൾ എന്തായാലും അതൊക്കെ കേട്ടിട്ട് പൊളിയായിരുന്നു. നമ്മളിപ്പോൾ എവിടെ എത്തിയെന്നറിയുമോ സുഹൃത്തുക്കളെ? മൂന്നാർ ഗ്യാപ്പ് റോഡിലേക്ക് എൻ്റർ ചെയ്ത് കയറിയപ്പോൾ നല്ല വിശാലമായ കാഴ്ചയും വണ്ടിയിൽ നിർത്തി കാറ്റൊക്കെ ആസ്വദിക്കും. നിറയെ ആൾക്കാരുണ്ട്. ഭയങ്കര വിധി. നമ്മൾ കഴിഞ്ഞ ഈ ഇടയ്ക്ക് ഒരു ന്യൂസ് ഉണ്ടായിരുന്നു, ഗ്യാപ്പ് റോഡിൽ മണ്ണ് വീണ്. അതുവഴി കവർ ചെയ്ത് നമ്മൾ വന്നു കേട്ടോ. അവിടെ നിന്ന് വന്നു. ഇവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും അടക്കം എല്ലാവരും പേഴ്സണൽ ഫോട്ടോസും എടുക്കും. നമ്മൾ യാത്ര ചെയ്യുന്ന ഫോട്ടോസും വീഡിയോസും എടുക്കാൻ ഇതിൻ്റെ മോശമല്ലേ, നമ്മുടെ ട്രിപ്പ് അടിപൊളിയാക്കണ്ടേ. അപ്പോൾ വീഡിയോസും ഫോട്ടോസും വേണ്ടി നിൽക്കും. സ്റ്റാൻഡാക്കി ഡ്രസ്സൊക്കെ മാറിയിട്ട് നമ്മൾ എടുക്കണം കേട്ടോ. നല്ല ചെറിയൊന്നല്ല ഒരുവിധം നല്ല ഒരു തണുത്ത ക്ലൈമറ്റ് ഉണ്ട്, ഇല്ലയെന്ന് പറയാൻ പറ്റില്ല. കുറേ നമ്മൾ ആ ചൂടിൽ നിന്ന് കയറി ഇവിടെ എത്തിയപ്പോൾ തണുപ്പല്ല. റോഡും അതിനനുസരിച്ച് സൂപ്പർ. ഞാൻ ഈ വ്യൂവിലാണ് കണ്ടത്, മറ്റേ ഇൻസ്റ്റാഗ്രാം വീഡിയോസിലൊക്കെ കണ്ടു. മൂന്നാർ ഗ്യാപ്പ് റോഡ് ഇപ്പോഴാണ് ആസ്വദിക്കാൻ പറ്റും. നല്ല അടിപൊളി റോഡ്, ഒന്നും പറയാനില്ല കേട്ടോ. ഇപ്പോൾ റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡിൽ ഒരുപാട് കാഴ്ചകളും അതിലപ്പുറമുണ്ട്. എടുക്കുക ഇനിയിപ്പോൾ എന്തായാലും വലിയ മെല്ലെ തന്നെ പോകാൻ പറ്റുള്ളൂ. ഗൈസ്, അപ്പോൾ നമ്മുടെ സ്റ്റേ ഇന്ന് മധുരയാണ്. ഈ വീഡിയോയുടെ ഇടയിൽ കൂടെ തന്നെ പറയാം, ഏകദേശം കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ ഈ വീഡിയോ എൻഡ് ആവുന്നതാണ്. ബാക്കി വീഡിയോ മറ്റൊരു ദിവസം 3 പാർട്ടായിട്ട് നമ്മൾ ഈ വീഡിയോ ഇടുന്നത്. അപ്പോൾ എന്തായാലും ഈ മൂന്നാറ് കഴിഞ്ഞ് നമ്മൾ നേരെ സ്ട്രൈറ്റ് ടു മധുര. ഗൈസ്, നമ്മൾ ഏകദേശം മധുര എത്തി. തൊട്ടടുത്തുള്ള ചെറിയ പമ്പിൽ നിന്ന് പെട്രോളും കൂടി അടിച്ചതിന് ശേഷം ഇനി നമുക്ക് സ്റ്റേ കണ്ടുപിടിക്കാം. സ്റ്റേ ആണ് മെയിൻ. സ്റ്റേ ഇല്ലെങ്കിൽ പോയില്ലേ
റൂമിൽ ചെന്നിട്ട് റൂമിലെ കാഴ്ചകളും കൂടി കാണിച്ചു തന്നതിന് ശേഷം ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യും. ഓക്കെ, നമുക്ക് നേരം പെട്രോളൊക്കെ അടിച്ച് സെറ്റായിട്ട് ഒന്ന് വാഷ്റൂമൊക്കെ പോയി റൂമിലേക്ക് പോകാം കേട്ടോ. ഏകദേശം അപ്പോൾ നമുക്ക് ചായ കുടിക്കാൻ വന്നപ്പോൾ ഏകദേശം ഒരു 20-26 കിലോമീറ്റർ കൂടി ഇനി മധുരമൊക്കെ ഉണ്ട്. അപ്പോൾ നല്ലൊരു ചെറിയൊരു ചായക്കട പോലെ ചായക്കട നല്ല ഇഞ്ചി ഇട്ടൊരു ചായ കേട്ടോ കുടിച്ച് ഭയങ്കര ഇഷ്ടമായി. ഇഞ്ചി ചായ അടിപൊളിയായിട്ട് ചായ ഇഞ്ചിയിലത്. നമ്മളിനി പോകുന്നതോറും ഫുഡ് എക്സ്പ്ലോർ ചെയ്യുന്നതെങ്കിൽ ഫുഡിൻ്റെ വീഡിയോസ് മാക്സിമം വരുമോ എന്ന് എനിക്കറിയില്ല. ബട്ട് ഇവിടുത്തെ കോഫി ഭയങ്കര ഇഷ്ടമായി. ഓക്കെ, അവിടുത്തെ ചേട്ടന്മാരെ നമുക്ക് സംസാരിക്കാൻ അവർ അടിപൊളി കേട്ടോ. ഞങ്ങൾ നമ്മൾ മധുരയിൽ ഫുഡ് കഴിക്കുക. ഇന്ന് രാത്രി നമ്മൾ ചോദിച്ചു ബിരിയാണിയൊക്കെ ഉണ്ടെങ്കിലും ചിക്കൻ റൈസ് തിരക്കാൻ ചോദിച്ചു. ചിക്കൻ റൈസ് നമ്മൾ തുറന്ന് നോക്കിയപ്പോൾ നമ്മുടെ ഫ്രൈഡ് റൈസാണ്, പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല. ഓക്കെ, ദാറ്റ്സ് നമുക്ക് എ സി റൂമിന് അവർ ഏകദേശം 1600 രൂപ പറഞ്ഞു. ഇതിന് എ സി തന്നെയാണ്, ബട്ട് എ സി ഇല്ലാത്തത് കൊണ്ട് ഏകദേശം 1200 ഒരു റെഡി ആയി. നല്ല അടിപൊളി ബെഡും റൂമും കാര്യങ്ങളും ബാത്റൂംസ് ഒക്കെയാണ് അടിപൊളി. നല്ല റൂമുകൾ കിട്ടിയാലേ നമുക്ക് കാര്യമുള്ളൂ. അങ്ങനെ ഇനി അതേപോലെ മോർണിംഗ് 190 കിലോമീറ്റർ നമ്മൾ ധനുഷ്കോടിക്കുണ്ട്, അത് ഡ്രൈവ് ചെയ്യണം. അപ്പോൾ നന്നായി ഉറങ്ങാൻ പോകണം എല്ലാവരും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ സി യു നെക്സ്റ്റ് ഡേ മുതൽ മധുരൈ ധനുഷ്കോടി വീഡിയോസ് എല്ലാം വരും. മിസ് ചെയ്യാണ്ട് സ്കിപ്പ് ചെയ്യാണ്ട് പറ്റുന്ന പോലെ കാണാൻ സപ്പോർട്ട് ചെയ്യുക. ദിസ് ഇസ് എൻ എൻ്റർടൈൻ വ്ളോഗ് ഫ്രം AMK വ്ളോഗ്സ്. നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ പേര് ജസ്റ്റ് ഒന്ന് മാറ്റിയില്ല. അപ്പം നമുക്ക് ഉറങ്ങില്ല എന്തായാലും, എല്ലാവർക്കും ഉറങ്ങുകയാണ്. ഞാനും ഒന്ന് കിടന്ന് ഉറങ്ങുള്ളൂ പ്രാവശ്യം. അപ്പോൾ ഓക്കെ, ബൈ.